പാലക്കാട്ട് ബി.ജെ.പിയെ ജയിപ്പിക്കാൻ ഷാഫി പറമ്പിൽ എം.പി ശ്രമിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി. ഒറ്റപ്പാലത്ത് മുൻ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് P.K. ശശി 50 ലക്ഷം നൽകിയെന്നും സുരേഷ് ബാബു. പിഷാരടി തോൽക്കണമെന്ന ആഗ്രഹത്തിലാണ് ഷാഫി പറമ്പിലെന്ന് സുരേഷ് ബാബു ആരോപിച്ചു. എന്നാൽ റസാഖ് ജയിക്കാനും പാടില്ലെന്നാണ് ഷാഫിയുടെ നിലപാട്. തോറ്റാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് മത്സരിക്കാനാണിതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. LDF 1-ാം സ്ഥാനത്തെത്തിയതിന്റെ ബേജാറാണ് UDF-ന്. ഷാഫിയുടെ കുതന്ത്രമാണിത്. BJP ജയിച്ചാലും LDF ജയിക്കരുത് എന്നാണ് UDF ലക്ഷ്യം. ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഈ പ്രചരണമില്ല. തിരഞ്ഞെടുപ്പ് ട്രെൻഡ് LDF-ന് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിജയിക്കുന്ന സ്ഥാനാർത്ഥി NMR റസാഖ് ആയിരിക്കും. BJP തദ്ദേശത്തിൽ 3-ാം സ്ഥാനത്താണ്. അത് കോൺഗ്രസും ഷാഫിയും മറച്ചുപിടിക്കുന്നു. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടും. പാലക്കാട് UDF നുണപ്രചരണം നടത്തുന്നുവെന്നും റസാഖിന് പോകുന്ന ഓരോ വോട്ടും BJPക്ക് എന്ന് പ്രചരിക്കുന്നുവെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഷാഫി ഇവിടെ മത്സരിക്കുമ്പോൾ ഷാഫിക്ക് ജയിക്കാമെങ്കിൽ റസാഖിന് എന്തുകൊണ്ടാണ് ജയിച്ചുകൂടാ? അപ്പോൾ അതിൻ്റെ ലക്ഷ്യം പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ റസാഖ് 1-ാം സ്ഥാനത്തെത്തി. അത് ഞാൻ പറയാതെ തന്നെ ഇന്ന് ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി ഇതിനകം തന്നെ പാലക്കാട് മണ്ഡലം മാറി. റസാഖ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം വലിയ മുന്നേറ്റമാണ് ഇതിനകം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മുന്നേറ്റത്തിലുള്ള ബേജാറാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ UDF-ന്റെ നേതൃത്വത്തിനും അതിനാകെ കടിഞ്ഞാണിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പഴയ പ്രചാരവേലയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാഫിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാമെങ്കിൽ ഉറപ്പായിട്ടും റസാഖിനും ജയിക്കാം. അതിനനുസൃതമായ ഒരു വലിയ മുന്നേറ്റം ഒരു പക്ഷേ ഈ മണ്ഡലത്തിലെ വോട്ടർമാരും ആരും തന്നെ കരുതാത്ത ഒരു വലിയ ജനപിന്തുണ ഇതിനകം NMR റസാഖിന് കൈവന്നു കഴിഞ്ഞു. അപ്പോൾ റസാഖ് ജയിക്കാതിരിക്കുക എന്നതാണ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യം. അവരുദ്ദേശം വയ്ക്കുന്നത് BJP ജയിച്ചാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NMR റസാഖ് ജയിക്കരുത് എന്ന നിലയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും മത്സരിക്കുന്നത് 2-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയിലേക്ക് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ട്രെൻഡ് മാറിക്കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥി P.K. ശശിയുടെ നാമനിർദ്ദേശ പത്രികയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി LDF പരാതി നൽകി. കോടതിയിൽ പോകാനാണ് P.K. ശശി പറയുന്നത്. ഇടതു നേതാക്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് EN സുരേഷ് ബാബു ചോദിച്ചു. രേഖകളിൽ വയസ്സു കുറച്ച് യൗവനം നിലനിർത്താനാണ് P.K. ശശിയുടെ ശ്രമം. എറണാകുളത്തെ ഏജൻസി വഴിയാണ് BJP ഡീൽ നടന്നത്. ഈ ഡീൽ ഒറ്റപ്പാലത്തെ നിലവിലെ BJP സ്ഥാനാർത്ഥി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക, P.K. ശശിനെ മത്സരിപ്പിക്കുക. എങ്ങനെയുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് എന്തിനാ കോൺഗ്രസ് പറയുന്നത്? ലൈംഗിക ആരോപണം അല്ലേ? P.K. ശശിക്ക് അത് പ്രശ്നമല്ലാതെ CPM-കാർ ആരോപിച്ചു എന്നാ പറയുന്നത്. അതെല്ലാം പിന്നീട് നമുക്ക് ഇപ്പോ ഇത്തരം അശ്ലീല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇനി ഒരു പുതിയ കേരളം നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി വികസന കുതിപ്പോടുകൂടി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഈ പറയുന്ന അശ്ലീലങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു വഴിക്ക് പോകേണ്ട കാര്യമില്ല. UTV ന്യൂസ് പാലക്കാട്.